സ്വാഗത പ്രസംഗത്തിൽ എന്റെയും കമ്മിറ്റിയുടെയും പേരിൽ എന്ന് പറയണമോ എന്നാണ് ചോദ്യം. നമ്മുടെ ത്വാഹയും വേറെ ചില ആളുകളും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് വേണ്ട എന്നാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം. എന്തുകൊണ്ടാണെന്നല്ലേ, നമ്മളൊരു ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാഗതം പറയാൻ നിൽക്കുന്നത്. പ്രോഗ്രാം കൺവീനറോ സെക്രട്ടറിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ അവിടെ പോയി എൻ്റെ പേരിലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ പേരിലും എന്നെല്ലാം കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഔദ്യോഗിക സംവിധാനത്തെ ബഹുമാനിക്കുക, ഗസ്റ്റിനെ വെൽക്കം ചെയ്യുക, അതുപോലെ ഓഡിയൻസിനെ വെൽക്കം ചെയ്യുക, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്ന് കരുതി നമുക്കതിൽ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നല്ല. മുമ്പൊരാൾ ലേലം ചെയ്തപ്പോൾ ആശംസിച്ച പോലെ വലിയ ഐശ്വര്യം നൽകണമേ, കുടുംബത്തിന് നന്മ നൽകണമേ, അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് നൽകണമേ എന്നൊക്കെ ആശംസിച്ച് എന്ന് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞു അവസാനം. അങ്ങനെയല്ല, നമ്മൾ അവരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു, അതേസമയം കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുക, നന്ദി പറയുക. ഞാനൊരു ഉദാഹരണം പറയാം, ഒന്നുകൂടെ ഭംഗിയായി നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ അവതരിപ്പിക്കാം. ഓഡിയൻസിനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ ചീഫ് ഗസ്റ്റിന് അദ്ദേഹത്തിന്റെ പേര് പറയുക, എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു, നന്ദി അറിയിക്കുന്നു എന്നൊക്കെ പറയാം. എന്നല്ലാതെ സ്വാഗതവും നന്ദിയുമൊക്കെ പറയുമ്പോൾ എന്റെയും എന്ന് ചേർക്കുന്നത് ഉചിതമല്ല. കാരണം നമ്മളൊരു പ്രൈവറ്റ് സ്പേസിലല്ലല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫോർമൽ പ്രോഗ്രാമിന്റെ ഭംഗി കെടുത്താതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്.